താൻ നിർമ്മിച്ച അയ്യപ്പ ശില്പം രാഷ്ട്രപതിയുടെ കൈകളിൽ എത്തിയതിന്റെ സന്തോഷത്തിലാണ് ശില്പിയായ ഹേമന്ത് കുമാർ. 4 മാസം കൊണ്ട് കുമ്പിൾ മരത്തിന്റെ തടിയിലാണ് ഈ ശില്പം തീർത്തത്. തിരുവനന്തപുരം വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജ് വഴിയാണ് ദേവസ്വം ബോർഡ് ശില്പം വാങ്ങിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ശബരിമല സന്ദർശന വേളയിൽ ദേവസ്വം ബോർഡ് സമ്മാനിച്ചതാണ് അയ്യപ്പന്റെ ശില്പം. 4 മാസം മുൻപ് ശില്പം നിർമ്മിക്കുമ്പോൾ രാഷ്ട്രപതിയുടെ കൈകളിലേക്കാണ് ഇതെത്താൻ പോകുന്നതെന്ന് ഹേമന്ത് കുമാർ ചിന്തിച്ചിട്ടേയില്ല. ശില്പം കണ്ട് ഇഷ്ടപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതർ അത് വാങ്ങുകയായിരുന്നു. അങ്ങനെ ഹേമന്ത് കുമാറിന്റെ ശില്പം ഇനി രാഷ്ട്രപതി ഭവനിലേക്ക് പോകും. രാഷ്ട്രപതിയുടെ കയ്യിലെത്തിയപ്പോൾ തന്നെ വലിയ സന്തോഷമായി. കാരണം നമുക്കെത്താൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശില്പം എത്തിയപ്പോൾ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. നാടറിയണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പണിതുകൊണ്ടിരുന്നപ്പോഴേ. കാരണം അത് സ്പെഷ്യൽ വർക്കായിരുന്നു. നല്ല രീതിയിലാണ് ആ വർക്ക് ചെയ്ത. അയ്യപ്പൻ്റെ മുഖമൊക്കെ പ്രത്യേക രീതിയിൽ ചെയ്തെടുത്ത ഒരു വർക്കാണ്. അപ്പോൾ അത് അങ്ങനെ മനസ്സിൽ തോന്നി. പക്ഷെ അത് പിന്നെ ഇപ്പം നമ്മുടെ രാഷ്ട്രപതിയുടെ കയ്യിലെത്തിയപ്പോൾ വലിയ സന്തോഷമായി. 4.5 മാസത്തോളം എടുത്ത്. ശില്പം നിർമ്മിക്കുമ്പോൾ കുമ്പിൾ മരത്തിന്റെ തടി തിരഞ്ഞെടുത്തതിലും ഒരു കാരണമുണ്ട്. ഈ അയ്യപ്പൻ സ്വർണ്ണ വിഗ്രഹമാണല്ലോ നമ്മളെല്ലാവരും കണ്ട് ഓർമ്മയിലുള്ളത്. സന്നിധാനത്ത് തന്നെ ഇരിക്കുന്ന ഒരു ഗോൾഡൻ ശില്പമാണ്, സ്വർണത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൊമ്പിൾ സെലക്ട് ചെയ്തത്. അപ്പോൾ അത് പോളിഷ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്വർണത്തിൻ്റെ ഒരു കളർ കൊണ്ട് ആ മരം മാച്ചാവും. അങ്ങനെയാണ് കൊമ്പിൾ തന്നെ തിരഞ്ഞെടുത്തത്. രണ്ടു വർഷത്തിലധികമായി ക്രാഫ്റ്റ് വില്ലേജിൽ ശില്പിയാണ് ഹേമന്ത് കുമാർ. ശില്പ നിർമ്മാണത്തിൽ ദേശീയ പുരസ്കാരമടക്കം ഹേമന്തിനെ തേടിയെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.